പുസ്തകം 30 രൂപം കാട്ടുവാൻ വേണ്ടി ധൂപപീഠമുണ്ടാക്കണം. കതിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അതൊരു മുഴവും നീളവും 1 മുഴം വീതിയും സമചതുരവും 2 മുഴം ഉയരവുമായിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരിക്കണം. അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവൻ തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്ക് ഉണ്ടാക്കണം. ചുമക്കേണ്ടതിന് തണ്ടു ചെലുത്തുവാൻ അതിൻ്റെ വക്കിന് കീഴെ ഇരുപുറത്തും ഈ 2 പൊൻവളയും ഉണ്ടാക്കണം. അതിൻ്റെ 2 പാർശ്വത്തിലും അവയും ഉണ്ടാക്കണം. തണ്ടു കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നും പൊതിയണം. സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മീതെയുള്ള കൃപാസനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുമ്പാകെ അത് വയ്ക്കണം. അഹറോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടണം. അവൻ ദിനപ്രതി കാലത്ത് ദീപം അങ്ങനെ കാട്ടണം. അഹറോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടണം. അത് തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപമായിരിക്കണം. നിങ്ങൾ അതിൻ്റെ മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയാഗം ഒഴിക്കുകയും വരുത്. സംവത്സരത്തിൽ ഒരിക്കൽ അഹറോൻ അതിൻ്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് തലമുറയായി പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്കുള്ള അതിവിശുദ്ധം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മദ്യപാത ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തരും താതൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിൻ്റെ തൂക്കപ്രകാരം അരശേൽ കെട്ടണം. ശകൽ എന്നത് 20 അത് അരശേൽ യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം. എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ 20 വയസ്സിന് അതിനു മീതെയും ഉള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങൾ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ ശകൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും വരുത്. ഇത് പ്രായശ്ചിത്തദ്രവ്യം. ഇസ്രായേൽ മക്കളോട് വാങ്ങിയ സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കണം. നിങ്ങൾ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാനമായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ ഒരു സമരത്തൊട്ടിയും അതിൻ്റെ ഒരു അക്കാലം ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യയിൽ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. അല്ലെങ്കിൽ അഹറോനും അവൻ്റെ പുത്രന്മാരും കയ്യും കാലും കഴുകണം. അവൻ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ധനയാഗം കഴിക്കേണ്ടതിനും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിനും വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിനും കയ്യും കാലും കഴുകണം. അത് അവർക്ക് തലമുറയായി എന്നേക്കും ഉള്ള ചട്ടം ആയിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ തൂക്കം പ്രകാരം അങ്ങനെ അയഞ്ഞം ഒരു അതിൻ്റെ പാതി 150 സുഗന്ധലാകവും ശോകയാൽ വെളിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർന്നുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാകണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായി ആയിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടവും മോശെ
ശയും അതിൻ്റെ ഉപകാരമൊക്കെയും വിളിക്കും. അതിൽ ഉപകരണങ്ങളും ഉപകാരങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകാരമൊക്കെയും അതിൽ കാലും അഭിഷേകം ചെയ്യണം. അവ വിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം. അവയെ തൊഴുന്നവനെയും വിശുദ്ധനായിരിക്കണം. അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്തു ശുദ്ധീകരിക്കണം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്നാൽ, ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കണം. അത് മനുഷ്യൻ്റെ ദേഹമേൽ ഒഴിക്കരുത്. അതിൻ്റെ യാഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്കും വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്നും കൊടുക്കുന്നവനെയും അവൻ്റെ ജനത്തിനെയും ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീ സുഗന്ധവും നിർമ്മല സാമ്രാണി എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കം ആയിരിക്കണം. അതിൽ ഉപ്പ് ചേർത്ത് തൈലക്കാരൻ നിത്യപ്രകാരം നിർമ്മലവും വിശുദ്ധമായ ധൂപം വർഗമാകണം. നീ അതിൽ പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിനും മുമ്പാകെ വയ്ക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിൻ്റെ യാഗത്തിന് ായി നിങ്ങൾ ഉണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. മരിക്കേണ്ടത് അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവൻ്റെ ജനത്തിനു ഛേദിച്ചു കളയണം. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.